ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോവും, ഡോക്ടർ മരുന്ന് തരും, സൂക്കേട് 3 ദിവസം കൊണ്ട് മാറും. പിറ്റേത്തെ മാസം സൂക്കേട് വന്നാൽ അപ്പൊ തന്നെ അതേ ഡോക്ടറത്തേക്ക് പോവും. അതിനൊക്കെ വലിയ ശിർക്ക് പോലെ എന്താ ഉള്ളത്? നിന്റെ വിശ്വാസം എന്താ? ഞാനിത് സാധാരണ പറയാറുണ്ട്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ ഏതോ ഒരു മുസ്ലിയാര് അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ മാത്രമേ കാണാറുള്ളൂ അധികവും. ആ ഡോക്ടർ തോക്ക് ശിർക്കാന്ന് പറഞ്ഞില്ലേ, ഇവൻ വട്ടനാണ്, ഇവൻ പിരാന്തനാണ്, ഇവൻ ബുദ്ധിയില്ലാത്തവനാണ്, ഇവൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നൊരു കേൾക്കാറുണ്ട്. അധികം അതേ കേൾക്കാറുള്ളൂ. എന്താ സംഭവം? ആശുപത്രിയിൽ നിന്ന് വിളി വന്നു, അല്ല വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന്. അങ്ങനെ കുട്ടിക്ക് എന്തോ ഒരു അസുഖം, പെട്ടെന്ന് വരണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ കടയിൽ വീട്ടിൽ വന്നു. ഉമ്മാനെയും കുട്ടി ആ കുട്ടിനെയും കുട്ടി ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞടാ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറത്തേക്ക് പോ, പെട്ടെന്ന് പോകും. ഏത് ഡോക്ടറത്തേക്കാ സാർ? ഏതെങ്കിലും പോ, നീ പോ, വിട്, വണ്ടി വിട്. അങ്ങ് ബോർഡ് നോക്കി പോവുക. പോയി ഒരു ബോർഡ് കണ്ട ഡോക്ടർ എന്നൊക്കെ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതോ നട ഒരു ഡോക്ടറെ ബോർഡ് കയറാം. കയറി ഡോക്ടർ സാർ പെട്ടെന്ന് വന്ന അസുഖം. ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് എഴുതി കൊടുത്തു, മരുന്ന് വാങ്ങി. 2 ദിവസം കൊണ്ട് അൽഹംദുലില്ലാഹ് സൂക്കേട് മാറി. അയാൾ ചെയ്തത് ഇപ്പൊ ഇബാദത്താണ്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അള്ളാഹു ഏൽപ്പിച്ച ജോലി അയാൾ ചെയ്തു. അള്ളാഹു അതിൽ ശിഫാ വെച്ചിട്ടുണ്ട്. ആ കുട്ടിന്റെ സൂക്കേട് അതുകൊണ്ട് മാറി. ആ മരുന്നിൽ അള്ളാഹു ശിഫാ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൂക്കേട് മാറി. 6 മാസം കഴിഞ്ഞു, അതേ സൂക്കേട് കുട്ടിക്ക് വന്നു. അതേ സൂക്കേട് വന്നു കുട്ടിക്ക്. ഒട്ടും താമസിച്ചില്ല, ഭാര്യ വിളിച്ചു ഭർത്താവിനെ. ഭർത്താവ് ഓട്ടോറിക്ഷ വന്നു, കുട്ടിയും കുട്ടി ഭാര്യയും കുട്ടി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ആ ഡോക്ടർക്ക് പോയി ഇറങ്ങി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സാബ് 6 മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു, നിങ്ങളെയാണെന്ന് കാണിച്ചത്, നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത്, പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് നോക്ക് സാർ, ഇപ്പൊ നീ ചെയ്തത് ശിർക്കാണ്. നീ അസ്ബാബിൽ ഏറ്റുമാതി ചെയ്തു പോയി. നീ അന്ന് ചെയ്തത് ശിർക്കല്ല, കാരണം അന്ന് നീ അസ്ബാബ് അന്വേഷിച്ചിട്ടേ ഉള്ളൂ. ഇന്നാളെ കൊണ്ട് രോഗത്തെ ശിഫ ഉണ്ട് എന്ന് നീ വിശ്വസിച്ചിട്ടില്ല. ഏതെങ്കിലും ഡോക്ടറെക്കാളും നീക്ക് അന്ന് ലക്ഷ്യമുള്ളൂ. ഇന്ന് നിന്റെ നിയത്ത് മാറി. അന്ന് സൂക്കേട് മാറിയത് കൊണ്ടാണ് ഇന്ന് നീ വന്നത്. അപ്പൊ നീ അല്ലാഹുവായിട്ടുള്ള ബന്ധം ഇത്ര കറക്റ്റ് ചെയ്തോളണം ഈമാൻ, അല്ലെങ്കിൽ ഷഹാദത്ത് ബാത്തിലായി പോകും. ഈമാൻ കറക്റ്റ് ചെയ്തേ പറ്റൂ. റേഡിയോ സ്റ്റേഷൻ പിടിക്കുന്നത് പോലെ കറക്റ്റ് ചെയ്തോളണം. ഇങ്ങോട്ട് പോയാൽ വേറെ സ്റ്റേഷനിൽ പോകും, അങ്ങോട്ട് പോയാൽ വേറെ സ്റ്റേഷനിലേക്ക് പോകും. ഇപ്പൊ ചാനലുകൾ കൂടിയ കാലമാണ്. ചെറിയൊരു പോയിന്റ് മാറിയാൽ മതി, ശേഷം മാറും. അതേപോലെ തന്നെ ശിർക്കിന് ചാനലുകൾ കൂടിയ കാലമാണ്. പോയിന്റ് മാറിയാൽ ശേഷം മാറും. അത്ര കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചോളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശേഷൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് ശേഷൻ. ഇങ്ങോട്ട് പോയാലും ഷഹാദത്ത് ബാത്തിലാവും, ഇങ്ങോട്ട് പോയാലും ഷഹാദത്ത് ബാത്തിലാവും. ഷഹാദത്ത് ബാത്തിലായാൽ ഈമാൻ ബാത്തിലായി, ഈമാൻ ബാത്തിലായാൽ ഖാലിദ്